ഇന്ന് ടൗണിൽ പോയപ്പോൾ ഞാനൊരു പാനിപ്പൂരി കിറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് റെഡിമെയ്ഡാണ്. അപ്പോൾ ഇതിൽ മസാലയും പൂരിയും ഒന്നിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ പൂരി മസാല മിക്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാനാണ് ഇവർ പറയുന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്നും ചെയ്ത് നോക്കാം. ഈ പാക്കറ്റിലുള്ള പൊടി മുഴുവനായിട്ടും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇവർ പറയുന്നത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാനാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. ശേഷം ഇതിലുള്ള പൂരി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ചെറിയതായിട്ട് കട്ടിയുള്ള പൂരിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനിയുണ്ടല്ലോ, എണ്ണയിലേക്ക് നല്ല ചൂടായ ശേഷം മാത്രം ഈ പൂരി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിക്കൊന്ന് ചൂടായിട്ടുണ്ട് എണ്ണ. അതിനനുസരിച്ചിട്ട് ഈ പൂരിയും കൂടെ നല്ലപോലെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മുമ്പത്തെക്കാളും സൈസ് നല്ലോണം വലുതായിട്ട് ബോൾ പോലെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലോണം പൊരിച്ചെടുക്കാണ്ട് ഏകദേശം ഒരു ഫ്രൈ ആയ ശേഷം മാത്രം ഇതിൻ്റെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ സൈസ് വലുതാകുന്നതിനനുസരിച്ച് അതിൽ പൊങ്ങാനുള്ള സ്ഥലം മതിയാവാതിരിക്കും. അപ്പോൾ അത് നല്ല രീതിക്കൊന്നും പൊങ്ങി കിട്ടൂല. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ടെടുക്കുന്നുണ്ട്. ശേഷം മാറ്റി വെക്കാം. ഇനിയുണ്ടല്ലോ, പൂരിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് പൊട്ടാറ്റോ മിക്സും കൂടെ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ പൊട്ടാറ്റോ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഒരു സവാള കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും പിന്നെ പകുതി ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കാം. ശേഷം ഇതിന് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ആ പൊട്ടാറ്റോ നല്ലപോലെ ഉടച്ചെടുക്കാം. ഇതുണ്ടല്ലോ, ഇപ്പോൾ നല്ലപോലെ പൊട്ടാറ്റോ ഒടിഞ്ഞിട്ടിട്ടുണ്ട്. അതേപോലെ ഉള്ളിയും മുളക് പൊടിയും എല്ലാം നല്ലപോലെ മിക്സ് ആകുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ശേഷം അവസാനമായിട്ട് ഞാനിവിടേക്ക് 2 ടീസ്പൂൺ ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഞാൻ ചുവന്ന ഗ്രീൻ പീസും വൈറ്റ് ഗ്രീൻ പീസും മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ഐറ്റം ഉള്ളത് മാത്രം എടുക്കാം, ഇല്ലെങ്കിൽ വൈറ്റ് ഗ്രീൻ പീസ് മാത്രം എടുക്കാം. അത് നിങ്ങൾ ഇഷ്ടം പോലെയാണ് എടുക്കേണ്ടത്. ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാരണം ഉപ്പ് ഓൾറെഡി പൊട്ടാറ്റോവും ഗ്രീൻ പീസും വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇതിപ്പോൾ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച പൂരിൻ്റെ ഉള്ളിലേക്ക് കുറച്ചായിട്ട് ഈ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഓരോന്നിൻ്റെ ഉള്ളിലേക്കായിട്ട് നല്ല രീതിക്കൊന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് മസാല ഇട്ട് കൊടുത്താൽ മതിയാവും. കാരണം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് മിക്സറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് മസാല മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനുണ്ടല്ലോ, ഈ പൊട്ടാറ്റോ ഫില്ലിലേക്ക് ചാട്ട് മസാല, ഗരം മസാല അങ്ങനെയുള്ള ഒരു പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ കുറച്ച് കുരുമുളക് പൊടി മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പൂരിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലെല്ലാം നല്ലപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നെക്സ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് മിക്സ്ചറാണ്. മിക്സ്ചർ എല്ലാ പൂരിൻ്റെ ഉള്ളിലേക്കും വെച്ച് കൊടുത്ത ശേഷം സവാള ചെറുങ്ങനെ അരിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആ ഒരു പൂരിൻ്റെ ഒന്നിച്ച് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ഫ്രിഡ്ജിൽ നമ്മൾ റെഡിയാക്കി വെച്ച പാനിയും കൂടെ എടുത്തിട്ടുണ്ട്. ശേഷം ഈ പൂരി ഓരോന്നായിട്ട് എടുത്ത ശേഷം ഇതിലേക്ക് പുളിയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. പുളിവെള്ളമാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പുളിയും മുളകും അതേപോലെ ഉപ്പും കൂടെ ഇട്ട് ശർക്കരയും കൂടെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ് ഈ പുളിവെള്ളം. അപ്പോൾ ഈ പൂരിയിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് പാനിയും കൂടെ നല്ലപോലെ ഒഴിച്ച ശേഷം ഓരോന്നായിട്ട് കഴിച്ച് നോക്കാം. നമ്മളുണ്ടല്ലോ, പുറത്ത് പോയി കഴിക്കുന്ന പാനിപ്പൂരിയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.